ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് മനുഷ്യരിൽ ആശ്രയിക്കുന്നത് നന്നല്ല. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 5-ാം തിരുലിഖിതം. മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു മണിക്കൂറിൽ കർത്താവ് നമുക്കായി വെളിപ്പെടുത്തുന്ന ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇതൊരു വെറും ഒരു ആശയം മാത്രമല്ല. ഇതാ ഇവിടെ കർത്താവ് യേശുവിൻ്റെ അത്ഭുത സാന്നിധ്യമുണ്ട്. യേശു തൻ്റെ അത്ഭുത സാന്നിധ്യത്താൽ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നവരെ അവിടുന്ന് തൻ്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കും, തൻ്റെ സൗഖ്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കും. 1-2 വ്യക്തികളുടെ അനുഭവങ്ങൾ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ അകത്തറയിൽ നിന്ന് വരുന്നു. പേര് ലൂസിയമ്മ. എൻ്റെ ഭർത്താവിന് ഫയൽ സംബന്ധമായ രോഗത്താൽ ഒരു കുരുവുണ്ടായി. 3-4 ദിവസം സഹിച്ചൊക്കെ നടന്നു. പിന്നെ ഒരു വെള്ളക്കാട് വലിപ്പം പോലെ വലുതായി, പൊട്ടും എന്ന സ്റ്റേജിലായി. ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത രീതിയിൽ വേദന കൊണ്ട് നീറി. ആഗസ്റ്റ് 5 ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥനയുടെ നേരത്തെ എൻ്റെ പുകവലി ഞാൻ എടുത്തു മാറ്റുന്നു എന്ന് വിളിച്ചു പറഞ്ഞു എൻ്റെ ഭർത്താവ്. അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ കുരു അത്ഭുതകരമായി പൊട്ടി ഒഴുകി. പിന്നെ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടെ ആ പഴുപ്പ് മുഴുവൻ കീറിയെടുത്ത് കളഞ്ഞു. 1 വർഷം മുമ്പേ കരൾ സംബന്ധമായ രോഗം ഉണ്ടായിരുന്നു. അങ്ങനെ മദ്യപാനം പൂർണ്ണമായി നിർത്തിയിരുന്നു. പിന്നെയും പുകവലി എന്ന പീഡയിൽ ആയിരുന്നു. ഇപ്പോൾ ഇതും ദൈവം തന്ന രോഗത്താൽ എടുത്തു മാറ്റി. ഇത് 10,000 പേരോട് ഞാൻ സാക്ഷ്യപ്പെടുത്തും എന്ന് എൻ്റെ കർത്താവിനോട് പറഞ്ഞിരുന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെന്നും അവിടുന്ന് ദയാലുവാണ്. അവിടുന്ന് കൈവിടുകയില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്ക്, വർഷങ്ങളായി പുകവലിയുടെ കഠിന ബന്ധനത്തിലിരുന്നൊരു വ്യക്തി ഓഗസ്റ്റ് മാസം 5-ാം തീയതി ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം നടക്കുന്ന സമയത്ത് യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ സമയം ആ രോഗത്തിലേക്ക് കർത്താവ് ഇടപെട്ടു. പൈൽ സംബന്ധമായ രോഗം കർത്താവ് മാറ്റി. വർഷങ്ങളുള്ള പുകവലി, ഞാനിതാ പുകവലി നിർത്തുന്നു എന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അദ്ദേഹത്തിന് പറയാനും ഉപേക്ഷിക്കാനും പിന്നെ അത് ഇന്ന് വരെ അദ്ദേഹത്തെ അലട്ടുന്നില്ല, അത് വിട്ടുമാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ഇളവമ്പാടം ഇടവകയിൽ നിന്ന് വരുന്നു. പാലക്കാട് രൂപതയുടെ ഇളവമ്പാടം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. അദ്ദേഹത്തിന് 2007 വർഷം തൊട്ട് കഠിനമായ കിഡ്നി സ്റ്റോൺ മൂലം നല്ല വേദനയായിരുന്നു. മരുന്ന് കഴിക്കുമെങ്കിൽ അങ്ങ് തീർത്ത് മാറാറില്ലായിരുന്നു. അന്നൊക്കെ 3 മില്ലി ആയിരുന്നു എൻ്റെ അളവ്. ഈ പ്രാവശ്യം ഈ 2012 ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ അത് 6.9, 6.7, 6.8 ഞാൻ 4 കല്ലുകൾ കിഡ്നി സ്റ്റോണിൽ 2 കിഡ്നിയിലും അത്രയും വലിപ്പമുള്ള കല്ലുകളായി. അത് ഒരു കല്ല് കിഡ്നി മൂത്രനാളിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്തായാലും ഡാമേജ് ആകാൻ സാധ്യത, കുറച്ചൊക്കെ ഡാമേജ് കാണുന്നുണ്ട്, ഹാർട്ടിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചേട്ടൻ. അപ്പം നിങ്ങൾ വേറെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണയിലുള്ള MES മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ 3 ആഴ്ചത്തെ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അതേസമയം ഞങ്ങൾ ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രാർത്ഥനയുടെ സമയത്ത് TV ഞങ്ങളെല്ലാവരും, ഞാനും എൻ്റെ ഭർത്താവും മക്കളും കൂടി കൈ പിരിച്ചെന്ന് എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് അഭിഷേകാഗ്നി എന്ന ആ പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞായറാഴ്ച ഇവർ കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച് എന്നിട്ട് കുടുംബം മുഴുവനും, അപ്പനും അമ്മയും മക്കൾ എല്ലാവരും അങ്ങോട്ട് കരഞ്ഞു പ്രാർത്ഥിച്ച് കൈ വിരിച്ച് പിടിച്ച് ഞങ്ങൾ അതിനുശേഷം 3 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടന് ഡോക്ടർക്ക് അപ്പം തന്നെ ഒരു സംശയമായി, എന്ത് വ്യത്യാസം വന്ന പോലെ. എന്നിട്ട് അപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഒന്നും കൂടെ എക്സ്റേ എടുക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ച്.
എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു കല്ല് പോലും കണ്ടില്ല. കല്ലുകളൊന്നും കാണാനില്ല, അപ്രത്യക്ഷമായി പോയി. 3 ആഴ്ച ടി വിയിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് അപ്രത്യക്ഷമായി പോയി. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന്, ഹാർട്ടിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, അത് കഴിച്ചാൽ മതി, ഇനി ഈ മരുന്ന് നിങ്ങൾ കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഈ കിഡ്നി സ്റ്റോണിനുള്ള മരുന്ന് ഇനി കഴിക്കേണ്ടെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സാമ്പത്തിക ഞെരുക്കമുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ച ദൈവം എന്തെങ്കിലും 10 സെന്റെങ്കിലും വിറ്റിട്ട് ഞങ്ങളുടെ ബാധ്യത ഒന്ന് ഒഴിവാക്കി തരണം, കടബാധ്യത ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് അതിന് കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നെ കുറച്ച് സ്ഥലം കൊടുത്തിട്ടാണ് ഞങ്ങളുടെ കടബാധ്യത എടുത്തു തന്നു. കടബാധ്യരെല്ലാം മാറ്റി സന്തോഷമായി കർത്താവിനെ ദൈവത്തിന് നന്ദി. അപ്പൊ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഒരു അത്ഭുത ശക്തി ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലേക്കും വ്യാപരിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഈ കൃപ, ഈ ഒരു അത്ഭുതം കർത്താവ് ഇന്ന് ചെയ്യും. 2 കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. മനസ്സ് തുറന്ന് സ്തുതിക്കുന്നു. കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം തുറക്കുക. പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ ഇപ്പോൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കുടുംബം മുഴുവൻ കർത്താവിനെ ആരാധിക്കുന്ന സമയമല്ലേ ഇത്? ഓ രാജാവേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഓ മഹത്വത്തിന്റെ കർത്താവേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഓ രക്ഷിതാവേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് ആരാധിക്കുന്നു. ഓരോ സമൂഹങ്ങളെ സമർപ്പിച്ച് ആരാധിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഗ്ലോറി, 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 ആരാധന, ആരാധന. യേശുവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശു നാമത്തിൽ തിന്മകൾ വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശു നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശു നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ. യേശു നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ. യേശു നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. യേശു നാമത്തിൽ സമാധാനം നിറയട്ടെ. യേശു നാമത്തിൽ സ്നേഹം നിറയട്ടെ. യേശു നാമത്തിൽ പുകവലി വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ മദ്യപാനം തകരട്ടെ. യേശു നാമത്തിൽ അഭിഷേകം നിറയട്ടെ. യേശു നാമത്തിൽ വിശ്വാസം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ, ഇപ്പോൾ തൊടണമേ കർത്താവേ, ഇപ്പോൾ തൊടണമേ കർത്താവേ, ഇപ്പോൾ ഇടപെടണമേ കർത്താവേ. യേശുവേ, സമാധാനം നിറയ്ക്കണമേ. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. അങ്ങയുടെ തിരുനാമം മഹത്വപ്പെടാതെ വരുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനെ ആശ്രയിക്കുന്നത് അത് ഒരു കെണിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്, കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും പ്രാർത്ഥിച്ച് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു വലിയ കാര്യമാണ് കർത്താവിനെ ആശ്രയിക്കാനുള്ള കൃപ, കർത്താവിനെ അന്വേഷിക്കാനുള്ള ഒരു തീഷ്ണത. ഇത് നാം പ്രാർത്ഥിച്ച് സ്വന്തമാക്കണം. ഇത് നാം പ്രാർത്ഥിച്ച് സ്വന്തമാക്കുന്നില്ലെങ്കിൽ നാം മനുഷ്യരെ ആശ്രയിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ടെൻഡൻസിക്ക് അടിമയാകും. അതും ഒരു പാപം തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിൻ്റെ ഒരു ഉദാഹരണം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 14-ാം അധ്യായത്തിൽ 8 മുതൽ 18 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പൗലോസും ബർണബാസും ഒരു പട്ടണത്തിൽ ലിസ്ത്രായിൽ പോയി യേശുവിൻ്റെ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. അങ്ങനെ യേശുവിൻ്റെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി ലിസ്ത്രായിലെത്തിയ പൗലോസും ബർണബാസും അതാ അവിടെ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനെ കണ്ടു.
ബൈബിളിൽ നിന്ന് തന്നെ ആ ഭാഗം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസും ബർണബാസും ലിസ്ത്രായിൽ ഇങ്ങനെ വചനം പ്രഘോഷിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും പരിചയമുള്ള ഇതാ ജന്മനാ മുടന്തനായ മനുഷ്യരിങ്ങനെ കടന്ന് വചനം കേൾക്കുകയാണ്. അങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പൗലോസ് ലീഗ ഇദ്ദേഹത്തെ കാണുന്നത്. പൗലോസ് ലീഗ അദ്ദേഹത്തെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസമുള്ള ഒരു മനുഷ്യനെ പൗലോസ് ലീഗ അദ്ദേഹത്തെ കണ്ടു. പിന്നെ അദ്ദേഹം താമസിച്ചില്ല. ആ മനുഷ്യനോട് പറഞ്ഞു, നസറേനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. തൽക്ഷണം ആ മുടന്തൻ സൗഖ്യം പ്രാപിച്ചു, ചാടി എഴുന്നേറ്റു. അവൻ്റെ കണങ്കാലുകൾ ബലം പ്രാപിച്ചു, സന്ധിബന്ധങ്ങൾ ബലം പ്രാപിച്ചു, ബലക്ഷയപ്പെട്ട കാലുകളെല്ലാം ബലം പ്രാപിച്ചു. അവൻ എഴുന്നേറ്റു, ചവിട്ടി, ഓടി. ജീവിതത്തിൽ ആദ്യമായി അവൻ ഓടുകയാണ്. കാരണം അവൻ ജന്മന തളർന്നു കിടക്കുന്നവനായിരുന്നു. അവൻ ജന്മന, അത് അവൻ്റെ കുടുംബക്കാർക്കറിയാം, അവൻ്റെ ബന്ധുക്കൾക്കറിയാം, അവൻ്റെ സ്നേഹിതർക്കറിയാം, പരിസരവാസികൾക്കറിയാം, ആ നാട്ടുകാർക്കറിയാം. കാരണം ജന്മന തളർന്ന ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് ചെറുപ്പം തൊട്ട് എൻ്റെ അപ്പനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ആ ചെറുപ്പം തൊട്ട് ആ നാട്ടിൽ വളരുന്നവനാണവൻ. അവനെ പരിചയമുള്ളവരാണ് അവിടെയുള്ളവർ. ഇത് കണ്ടപ്പോൾ ജന്മനാ മുടന്തനായി മനുഷ്യനോട് പൗലോസിനെ കൈവച്ചില്ല, കൈകൾ തൊട്ടില്ല, ചാടി എഴുന്നേറ്റ് നടക്കുക പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ഇത് കണ്ട മാത്രയിൽ ഈ ജനങ്ങൾക്ക് പൗലോസ് ശ്ലീഹായോടും ബർണബാസിനോടുമുള്ള ബഹുമാനം അങ്ങോട്ട് പണ്ടമാനം കൂടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം എങ്ങനെയാണ് വായിക്കുന്നത്? ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപം പൂണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഭയങ്കരമായ ഒരു ആരാധനാഭാവം, ഭയങ്കരമായ ഒരു ബഹുമാനം ഇവരോട് രണ്ടുപേരോടും അവർക്ക് തോന്നി. അവർ ബർണബാസിനെ സേവൂസ് എന്നും പൗലോസിനെ പ്രധാന പ്രസംഗകനായതിനാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു. പ്രധാന ദേവനായ ഹെർമസിൻ്റെ പേര് പൗലോസിന് കൊടുത്തു. എന്നിട്ട് ദേവനായി അങ്ങോട്ട് ആരാധിക്കാൻ, അങ്ങോട്ട് സ്നേഹിക്കാൻ, അങ്ങോട്ട് ബഹുമാനിക്കാൻ തുടങ്ങി. ഹൃദയത്തിൽ ഇവരോടൊരു ആരാധനാഭാവം ജനങ്ങളുടെ ഉള്ളിലുണ്ടായി. എന്നാൽ അടുത്ത വാക്യം ശ്രദ്ധിച്ചു നോക്കുകയും, നഗരത്തിൻ്റെ മുമ്പിലുള്ള സേവൂസിൻ്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിങ്കൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്ക്, ഇപ്പോൾ പൗലോസിനെയും ബർണബാസിനെയും ഒരു ദേവനായി അവരുടെ മുമ്പിൽ ബലിയർപ്പിച്ച് ആരാധിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. ജനങ്ങളെല്ലാം ഇന്ന് റെഡിയാണ്. പൂജാരി അതിന് കാളകളും പൂമാലകളുമായി എത്തിക്കഴിഞ്ഞു. ഇതാ അന്തരീക്ഷം ഇതാ ഇങ്ങനെ ആയിക്കഴിഞ്ഞു. അത്രയും ഒരു വലിയ ബഹുമാന, ആദരവ്, ഒരു ആരാധന മനോഭാവം ഈ ഒരു കാര്യം കണ്ടപ്പോൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതറിഞ്ഞ് പൗലോസും ബർണബാസും ഓടിയെത്തി. അതാണ് അടുത്ത വാക്യം, 14-ാമത്തെ വാക്യം. ഇതറിഞ്ഞ് അപ്പോസ്തലന്മാരായ ബർണബാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടി വന്നു. അല്ലയോ മനുഷ്യരേ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യർ തന്നെ. നോക്കുക, പൗലോസ് ശ്ലീഹ വിളിച്ചു പറയുകയാണ്, ഇങ്ങനത്തെ സാഹസമൊന്നും ചെയ്യരുത്. അത് കർത്താവിന് നിരക്കാത്ത കാര്യമാണ്. അത് നമ്മുടെ കർത്താവ് അംഗീകരിക്കുന്നില്ല. അതായത് പൗലോസും ബർണബാസും പറയുകയാണ്, ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യർ തന്നെ. ആരാധനകളും ബഹുമാനം എല്ലാം ദൈവത്തിന് കൊടുക്കുക. ദൈവമാണ് സ്തുതിക്ക് യോഗ്യനായവൻ, ദൈവമാണ് ആരാധനയ്ക്ക് യോഗ്യനായവൻ. ഈ കാളക്കുട്ടിയെ ഇതൊന്നും ഇവിടെ അർപ്പിക്കുന്നത് ശരിയല്ല. ഇത് വിഗ്രഹ ആരാധനയാണ്, ഇത് ദൈവനിന്ദയാണ്. പൗലോസും ബർണബാസും ഇത് ജനങ്ങളെ അറിയിച്ചു. മനുഷ്യരേ,
നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? വ്യർത്ഥമായ ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിങ്കലേക്ക് നിങ്ങൾ തിരിയുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യർത്ഥമായ ഈ ജീവിത രീതിയിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിങ്കലേക്ക് നിങ്ങൾ തിരിയുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഉള്ളിൽ സാത്താൻ വളരെ കൗശലപൂർവ്വം വിതയ്ക്കുന്ന ഒരു പ്രത്യേക കെണിയാണ് എങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പിന്നെ ആ മനുഷ്യരെ കണ്ടമാനം ആരാധനയോടുകൂടെ സമീപിക്കുന്ന ഒരു രീതി. ഞാൻ ഓർക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ ചില ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെ യേശുവിന് അച്ഛൻ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു പ്രകടമായി ഇടപെട്ട് വലിയ അത്ഭുതങ്ങൾ, ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തുന്നു, ജന്മന ചെവി കേൾക്കാത്തവർക്ക് ചെവി കേൾവി കൊടുക്കുന്നു, ജന്മന കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുന്നു, അല്ലെങ്കിൽ നട്ടിൽ വളഞ്ഞിട്ട് നേരെയാകുന്നു, ഇതാ തകർന്നു കിടക്കുന്ന അസ്ഥികളെല്ലാം, പൊടിഞ്ഞ അസ്ഥികളെല്ലാം വീണ്ടും രൂപം പ്രാപിച്ച് സാധാരണ അസ്ഥി പോലെയാകുന്നു. ഇങ്ങനെയുള്ള വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ചില ആളുകൾ ഈ വട്ടായിലച്ഛനെ പ്രത്യേകം അങ്ങോട്ട് ബഹുമാനിക്കാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ചില ആളുകൾ പറയണത് എങ്ങനെയാണ്, ആ വട്ടായിലച്ഛൻ്റെ അടുത്തൊന്ന് എത്തിയാൽ മതി, ഞാൻ രക്ഷപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ ഒരു കെണിയിരിക്കുന്നുണ്ട്. അതായത് ശരിക്കും അത് യേശു ക്രിസ്തുവിൻ്റെ വചനപ്രകാരം അത് തെറ്റായ ഒരു ജീവിത രീതിയാണ്. അതായത് തുടക്കം തൊട്ട് അപ്പോസ്തലന്മാരുടെ കാലഘട്ടം തൊട്ട് ചിലപ്പോൾ സാത്താൻ പെട്ടെന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു പ്രേരണ കൊടുക്കും. യേശുവിലേക്ക് പോകുന്നതിന് പകരം യേശുവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ആ ദാസീദാസന്മാരുടെ, ആ യേശുക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ആ ശുശ്രൂഷകരുടെ അടുക്കലേക്ക് പോകാനുള്ള ഒരു വെമ്പൽ, ഒരു പ്രവണത. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് പിന്തിരിയണം. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ മർമ്മം എന്താണ് എന്ന് എല്ലാ ദൈവമക്കളും അറിഞ്ഞിരിക്കണം. മർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുലിഖിതം, മർക്കോസ് 16:20, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, അപ്പോസ്തലന്മാർ എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരുടെ കൂടെ നടന്ന് അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിച്ചു. എന്തിനു വേണ്ടിയാണ് ഈശോ അപ്പോസ്തലന്മാരുടെ കൂടെ നടന്ന് അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുന്നത്? ഇവരുടെ വചനപ്രഘോഷണം കേട്ട് ഇവർ വചനപ്രഘോഷണത്തിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി, ഹൃദയങ്ങൾ ഉണരാൻ വേണ്ടി അല്ലേ കർത്താവ് അങ്ങനെ പ്രവർത്തിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ വചനങ്ങൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും കർത്താവ് കൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നുണ്ട്. വട്ടായിലച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെയുള്ള മറ്റ് അച്ഛന്മാരോ മറ്റ് ശുശ്രൂഷകരോ അങ്ങനെ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ സാധാരണ മാനുഷിക ക്രമീകരണങ്ങളോ അല്ല ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തുവാണ് വചനങ്ങൾ സ്ഥിരീകരിക്കാൻ വേണ്ടി ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ പ്രഘോഷിക്കപ്പെടുന്ന വചനം ദൈവത്തിൻ്റെ വചനമാണെന്ന് തിരിച്ചറിഞ്ഞ്, ഈ പ്രഘോഷിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് തിരിച്ചറിഞ്ഞ് അവർ പറയുന്ന പ്രകാരം മാനസാന്തരപ്പെട്ട് ദൈവത്തെ അന്വേഷിക്കുക. ഇതാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ദൈവത്തിങ്കലേക്ക് തിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. വചന പ്രഘോഷണങ്ങളിൽ നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം 1 യോഹന്നാൻ 5:12 പഠിപ്പിക്കുകയാണ്, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവനോ ജീവനില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനപ്രഘോഷങ്ങളെല്ലാം യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ പൂജിക്കുന്നവർ രക്ഷപ്പെടും എന്നാണ് കർത്താവിന്റെ സഭയിലെ ശുശ്രൂഷകർ പ്രഘോഷിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി നാം ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ പൂജിച്ച് യേശുവിനെ ആരാധിക്കുക.
ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ഏറ്റു പറയുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുദപിച്ച് പാപങ്ങൾ ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 3-ാം വാക്യം, ഏക സത്യ ദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും മനുഷ്യനിലേക്ക് ശുശ്രൂഷകരിലേക്ക് അല്ല നമ്മൾ തിരിയേണ്ടത്. പ്രഘോഷണങ്ങൾ കേൾക്കുമ്പോൾ, ശക്തമായ വീര്യപ്രവൃത്തികൾ കാണുമ്പോൾ, അത്ഭുതങ്ങൾ കാണുമ്പോൾ ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു ക്രിസ്തുവിലേക്ക് ഹൃദയം തുറക്കണം. യേശു ക്രിസ്തുവിന് നിരക്കാത്ത പാപങ്ങളെ ഉപേക്ഷിക്കണം. മാനസാന്തരപ്പെടണം. ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന പൈതലായി മാറണം. ഇതാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില സമയത്ത് ചില ആളുകൾ അച്ഛനോട് വന്ന് പറയും, എന്താ പറയണമെന്നറിയോ? അച്ഛാ, ഞങ്ങളുടെ പ്രദേശത്ത് ഇനി ഒരാളുണ്ട്. ആ ആള് ഇതാ അട്ടപ്പാടി സയ്യോൻ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ആളാണ്. ആ ആള് എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ അച്ഛൻ്റെ അടുത്ത്, വട്ടായലച്ചൻ്റെ അടുത്ത് എത്തിയാൽ രക്ഷപ്പെടും. അത് തെറ്റായ ഒരു രീതിയാണ്. അങ്ങനത്തെ രീതിയിൽ ഉപദേശം കൊടുക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അവരോട് പറയണം, ഇതാ വട്ടായലച്ചൻ പ്രസംഗിക്കുന്ന യേശു, ആ യേശു നിങ്ങളെ രക്ഷിക്കും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൽ 36-ാം തിരുലിഖിതം. പുത്രനെ വിശ്വസിക്കുന്നവൻ ആരോ അവൻ ജീവൻ ദർശിക്കും, പുത്രനെ അനുസരിക്കാത്തവനോ ജീവൻ ദർശിക്കുകയില്ല, അവൻ ദൈവ കോപത്തിലിരിക്കുന്നു. ഹല്ലേലൂയ. 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 അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഇത് അറിയണം. കർത്താവായ യേശു ക്രിസ്തുവാണ് അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകരായ എളിയ ദാസീദാസന്മാരാണ്. നിങ്ങളോട് ഈ വചനം പ്രസംഗിക്കുന്ന ഈ അച്ഛനും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഈ വചനം പ്രഘോഷിക്കുമ്പോൾ, ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഈ യേശുവിൻ്റെ മുമ്പിൽ മണിക്കൂറുകൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് യേശുവേ രക്ഷിക്കണേ, യേശുവേ സഹായിക്കണേ, ഈ യേശുവിനോട് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ ശക്തി കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിൽ ഈ ടീമിനും ലോകത്തിലെ എല്ലാ സുവിശേഷ വേലക്കാർക്കും ഈശോ നൽകിയിരിക്കുന്നത് ഇങ്ങനെ യേശുവിൻ്റെ അരികിലിരുന്ന് യേശുവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ ശക്തിയോടെ നിറഞ്ഞ് വചനം പ്രഘോഷിച്ച് ലോകത്തിലെ എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതിന് വിപരീതമായി സംഭവിച്ചാൽ ദൈവ സന്നിധി അത് ദോഷമാണ്. ഹല്ലേലൂയ. 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 സുഭാഷിതം 16:20, ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും, കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ പഠിക്കുകയാണ്, മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് നമ്മൾ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആത്മീയ മണ്ഡലങ്ങളിൽ നടക്കുന്നവർ, പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്നവർ, ദൈവരാജ്യ കാര്യങ്ങളിൽ മുഴുകുന്നവർ, പ്രാർത്ഥിക്കുന്ന ദൈവത്തെ അന്വേഷിക്കുന്നവർ ഒരു കാര്യം ഉറപ്പാക്കണം, നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെയോ ശുശ്രൂഷകനെയോ അല്ല, കർത്താവായി യേശുവിനെയാണ് അനുഗമിക്കുന്നത് എന്ന് ഉറപ്പാക്കണം. നിങ്ങൾ നടക്കുന്ന മാർഗങ്ങൾ ഉത്തമമെന്ന് ഉറപ്പിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം, സുഭാഷിതം 4:26, നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക, അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടങ്ങളിൽ അനേകം പേരെ സാത്താൻ കൗശലപൂർവം കബളിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ആ വ്യക്തിയെ കൂടുതൽ ആശ്രയിക്കാൻ തോന്നുക. അതല്ല നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി ആരാധിക്കുക. കർത്താവായ യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൽ നിന്ന് പാപങ്ങൾ കഴുകിക്കളയുക. ആത്മാവിൻ്റെ നിത്യത ഉറപ്പുവരുത്തുക. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് നിത്യരക്ഷ
രക്ഷയുടെ വഴികളെ നൽകണമേ കർത്താവേ. മാനുഷികമായ ആവേശമോ മാനുഷികമായ എന്തെങ്കിലും തരത്തിലുള്ള രീതികളോ അല്ല, സ്വർഗരാജ്യത്തിലേക്കുള്ള നിത്യതയുടെ വഴികളെ വെളിപ്പെടുത്തണമേ കർത്താവേ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അത്ഭുത ജ്ഞാനം നിറയ്ക്കണമേ കർത്താവേ. ഈ രാത്രിയും പകലും യേശുവിനെ ആരാധിക്കാൻ ആത്മാവിനെ വർഷിക്കണമേ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ ആശ്രയിക്കുന്നത് ഒരു കെണിയാണ്. രക്ഷിതാവായ യേശുവിനെ വിളിച്ച് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. എത്രമാത്രം യേശു ഇടപെടാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും തീഷ്ണതയോടെ യേശുവേ 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 എന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. നീ മാത്രമൻ സഹായം. യേശുവേ 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 സഹായം. യേശുവേ നീ മാത്രമൻ സഹായം. യേശുവേ യേശുവേ നീ മാത്രമൻ സഹായം.